ഷാഫി പറമ്പിൽ എം പി ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടിക്ക് അനുമതി തേടി സിഐ അഭിലാഷ് ഡേവിഡ്. വടകര റൂറൽ എസ് പിക്ക് നൽകിയ അപേക്ഷ ഡിജിപിക്ക് കൈമാറി. പേരാമ്പ്ര സംഘർഷത്തിൽ തന്നെ ആക്രമിച്ചത് അഭിലാഷ് ഡേവിഡാണെന്നും ഇയാൾ 2 വർഷം മുന്നേ പോലീസിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട ഉദ്യോഗസ്ഥനാണെന്നുമായിരുന്നു ഷാഫിയുടെ ആരോപണം. വാർത്താ സമ്മേളനത്തിൽ ഫോട്ടോ സഹിതമാണ് വടകര കൺട്രോൾ റൂം സിഐ അഭിലാഷിനെതിരെ ഷാഫി ആരോപണങ്ങൾ ഉന്നയിച്ചത്. പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് വടകര കൺട്രോൾ റൂം സിഐ ആയ അഭിലാഷ് ഡേവിഡിന് നേരെ ഷാഫി പറമ്പിൽ MLA ഉന്നയിച്ചത്. ഷാഫിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനായാണ് വടകര കൺട്രോൾ റൂം സിഐ ഇപ്പോൾ ഒരുങ്ങുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് അഭിലാഷ് ഡേവിഡ് ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതി തേടിയിരിക്കുന്നു. വടകര റൂറൽ എസ് പിക്ക് ഇക്കാര്യം കാണിച്ച് കത്ത് നൽകുകയും ചെയ്തു. MP തനിക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയെന്നാണ് കത്തിൽ പറയുന്നത്. ഈ കത്ത് വടകര റൂറൽ എസ് പിക്ക് DGPക്ക് കൈമാറുകയും ചെയ്തിരിക്കുന്നു. സംഘർഷത്തിനിടെ അഭിലാഷ് ഡേവിഡാണ് തന്നെ മർദ്ദിച്ചത് എന്ന് ഷാഫി പറമ്പിൽ MP ആരോപിച്ചിരുന്നു. എന്നാൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് ബസ് സ്റ്റാൻഡിന് സമീപമായിരുന്നു തനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. MP അടക്കം പങ്കെടുത്ത സംഘർഷ സ്ഥലത്തേക്ക് താൻ പോയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇക്കാര്യങ്ങൾ കാണിച്ച് വ്യാജമായി ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടുവെന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം ഈ മാഫിയ ബന്ധം ആരോപിച്ച് തന്നെ പോലീസ് സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുവെന്നും പറയുന്നു. തനിക്കെതിരെ ചില ആക്ഷേപങ്ങൾ ഉയർന്നപ്പോൾ ഇക്കാര്യം സസ്പെൻഷൻ ചെയ്യുകയും പിന്നീട് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തി തന്നെ സേനയിൽ ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കുകയുമാണ് ചെയ്തത്. എന്നാൽ ഇക്കാര്യത്തിലടക്കം തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനകളാണ് MPയുടെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നും പറയുന്നു. എന്തായാലും അഭിലാഷ് ഡേവിഡ് അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസും MPയും രംഗത്തെത്തിയിരുന്നു. നടപടി ഉണ്ടാവാത്ത ഒരു സാഹചര്യത്തിൽ DYSPയുടെ വീട്ടിലേക്കടക്കം മാർച്ച് പ്രഖ്യാപിച്ച് കോൺഗ്രസ് മുന്നോട്ട് നീങ്ങുന്ന സാഹചര്യത്തിലാണ് പരാതിയുമായി അഭിലാഷ് ഡേവിഡ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്.